ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഒരു ട്രിപ്പ് പോവാണ്, ഒരു ചെറിയൊരു ട്രിപ്പ്. അപ്പം ബാഗ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ ബാഗ് പാക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയാലോ. നമ്മളെവിടെ ട്രിപ്പ് പോകുന്നതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ ഒരു നൈറ്റായി കാണും കേട്ടോ. ഞാൻ ശരിക്കും നല്ല ടയർഡാണ്. പിന്നെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് പെട്ടെന്ന് വന്ന് എടുക്കുന്നതാണ് കേട്ടോ. കാരണം ഞാൻ ട്രിപ്പ് പോകുന്നതിനോടനുബന്ധിച്ച് മുടിയൊക്കെ ഒന്ന് സ്പാ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. മുടി സ്പാ ചെയ്ത് പിരിവൊക്കെ ഒന്ന് ത്രെഡ് ചെയ്തിട്ടൊക്കെ വന്നതേ ഉള്ളൂ. ഒരു ഉച്ചയപ്പോൾ പോയതാണ്. ഞാനും എൻ്റെ കസിനൊക്കെ ഉണ്ടായിരുന്നു. പോയിട്ട് വന്നപ്പോൾ നല്ല ലേറ്റായി. അല്ലെങ്കിലും അറിയാമല്ലോ, പാർലറിൽ പോയിട്ടുമ്പോൾ നല്ല ലേറ്റ് ആവും. ഇപ്പം നൈറ്റ് 7 മണി 8 മണി സംതിങ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോഴാണ് എല്ലാം പാക്ക് ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും പാക്ക് ചെയ്ത് നമ്മൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോകുന്നത് ട്രിപ്പ്. അപ്പം എവിടാന്നൊക്കെ ഞാൻ പറഞ്ഞ വഴിയെ പറയാം. ആൻഡ് ഓൾസോ ഇതെൻ്റെ ഡ്രീം ട്രിപ്പാണ് കേട്ടോ. ഡ്രീം എന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഇവിടെ പോകണമെന്നുള്ളത്. ഭയങ്കര ഡ്രീമായിരുന്നു. ഇതെങ്ങനെ പറഞ്ഞാണോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോൾ റീൽസ് കണ്ടാലും അവിടുത്തെ ഫോട്ടോസ് കണ്ടിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച സ്ഥലമാണ്. ഇപ്പോൾ ഒന്നുമല്ല, എനിക്ക് പണ്ട് തൊട്ടേ അവിടെ പോകണമെന്ന് ആഗ്രഹമായിരുന്നു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇത് ആഗ്രഹിച്ചത് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ്, എൻ്റെ കോളേജിലെ ഫ്രണ്ട്സുമായിട്ട്. പക്ഷേ എനിക്ക് അവരോട് പോകാൻ പറ്റിയില്ല, അതിൻ്റെ സങ്കടമുണ്ട്. പക്ഷേ അതിലേക്കാൾ സന്തോഷം എൻ്റെ ഫാമിലിയായിട്ട് എനിക്ക് പോകാൻ പറ്റി. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ട്രിപ്പ് ആയിരിക്കണേന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. സ്ഥലം എവിടാന്ന് അടുത്ത വീഡിയോ പറയാവേ. ജസ്റ്റ് ഒരു സർപ്രൈസ് ഇരുന്നോട്ടെ, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പാക്കിങ്ങിൽ നടന്നാലോ. എല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ പെട്ടിയൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇനി കറക്റ്റായിട്ട് നമ്മൾ 7 days ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്. നാളെ 10:50 കേട്ടോ ഫ്ലൈറ്റ്. നമുക്കെല്ലാം റെഡിയാക്കിയിട്ട് വേണം ഒന്ന് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെല്ലാം കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെതായത് കണ്ടു. ഇതെൻ്റെ 4 വർഷമായിട്ട് ഇതെൻ്റെ കയ്യിലുണ്ട്. ഇത് ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി കേട്ടോ. എൻ്റെ സ്കിൻ കെയറും ബോഡി കെയറും ഒക്കെ ഞാൻ അതിനകത്താണ് കേട്ടോ വെച്ചേക്കുന്നത്. അത്രയ്ക്ക് സ്പേസ് ഉണ്ട് ഇതിനകത്ത്. കണ്ടോ, നമുക്കിങ്ങനെ പിടിക്കാനൊക്കെ പറ്റും. ഇതാ തൂക്കിയിടാനും പറ്റും കേട്ടോ. അപ്പം ഇങ്ങനെ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഇതിനകത്ത് തന്നെ പോകും. വേറെ വെക്കണം. നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന എല്ലാം ഇതെടുത്താൽ കിട്ടും. ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ ഞാൻ ഹോസ്റ്റലാണ് കേട്ടോ നിന്നത്. അപ്പം വീട്ടിൽ നിന്ന് കോളേജിലോട്ടും കോളേജിൽ നിന്ന് വീട്ടിലോട്ടും ഒക്കെ പോകുമ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എൻ്റെ 4 വർഷം എന്തോ ആയി ഇതിൻ്റെ കയ്യിലുണ്ടായിട്ട്. അപ്പം ഇതിനകത്ത് ഞാൻ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. മേക്കപ്പ് പൗച്ച്, ഇതിനകത്ത് എൻ്റെ അത്യാവശ്യം വേണ്ടുള്ള എല്ലാ മേക്കപ്പും ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഫേസ് വാഷ്, ബോഡി വാഷ്, പേസ്റ്റ്, ബ്രഷ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടോ. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പൗച്ചുകളുണ്ടെങ്കിൽ നമുക്ക് എല്ലാം അതിനകത്ത് എടുത്തു വെക്കാം. അപ്പോൾ നമുക്ക് അത്രയും സ്പേസ് ലാഭിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഇപ്പോൾ 3 പൗച്ചാണ് എടുത്തിട്ടുള്ളത്. സ്കിൻ കെയർ, ബോഡി കെയർ, ബോഡി വാഷ്, മേക്കപ്പ്, ഇങ്ങനെയെല്ലാം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് തപ്പിത്തരേണ്ടല്ലോ എവിടെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. നമ്മളെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നാളെ എയർപോർട്ടിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിട്ടാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. ഈ ജീൻസും ഇതും. പിന്നെ ഒരു ഷോൾഡർ ബാഗ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് എൻ്റെ സൺഗ്ലാസും പവർ ബാങ്ക്, പിന്നെ ചാർജറും. അത് നാളെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. ചാർജറും പിന്നെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഇതിനകത്ത്. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതേ കണക്ക് എനിക്കൊരു ബുക്കുണ്ട്. അതിനകത്ത് ഞാൻ എല്ലാം എഴുതി വെക്കും കേട്ടോ. മീൻസ് എന്തൊക്കെയാണ് പാക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ എടുത്തു വെക്കണം, അങ്ങനെ എല്ലാം എഴുതി വെക്കും. ചിലപ്പോൾ മറന്നു പോയാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വിട്ടു പോകത്തില്ല. അപ്പോൾ ഓർമ്മ വരുന്നതൊക്കെ ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചേക്കും കേട്ടോ. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്.
പിന്നെ എടുത്ത കാര്യങ്ങളെല്ലാം ഞാൻ ടിക്ക് ചെയ്ത് പോകും. ഇതെല്ലാം അങ്ങനെ എഴുതിയിട്ടുള്ളതാണ്. ഇതൊക്കെ പിന്നെ എൻ്റെ വീഡിയോ എടുക്കാനുള്ള കണ്ടൻറ്റൊക്കെ. അപ്പോൾ നമ്മളവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാമല്ലോ, അപ്പം മറന്നു പോകാതിരിക്കേണ്ടി ഞാൻ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫോണിൽ ഞാൻ നോട്ടിനകത്ത് ഇതൊക്കെ എഴുതി വെക്കും കേട്ടോ. കാരണം ഈ ബുക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആ നോട്ടിനകത്ത് എൻ്റെ ഫോണിനകത്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് അങ്ങ് പോത്തേ ഉള്ളൂ. സോ എല്ലാവരും പാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ പാക്ക് ചെയ്യാനും പറ്റും, മറന്നു പോത്തുമില്ല ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എവിടെ പോയാലും ഇങ്ങനെ ചെയ്യാറുണ്ട്. ബുക്കിനകത്ത് എഴുതിയില്ലെങ്കിലും ചിലപ്പോൾ എൻ്റെ ഫോണിലെ നോട്ടിനകത്ത് ഞാൻ എഴുതിയിടാറുണ്ട് കേട്ടോ. സോ നമ്മളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എക്സ്ട്രാ സ്ട്രെയിറ്റ്നറും എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ടവലും എടുത്തു വെച്ചു. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നാളെ രാവിലെ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പം അത്രേ ഉള്ളൂ എൻ്റെ പാക്കിംഗ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ട്രിപ്പിൻ്റെ കുറേ വിശേഷങ്ങളായിട്ട് ഞാൻ എല്ലാം വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ ഒന്നും വിടാതെ എടുക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും അത് കാണണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.